ഗോൾഡൻ ബ്രിഡ്ജ് കണ്ടാ? ആ കൈ കണ്ടാ? കൈ കണ്ടാ? നിങ്ങൾ എല്ലാരും കണ്ടാ? Hi guys, good morning and this is our last vlog from Vietnam, Bana Hills and ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എപ്പോഴും മഴയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേ ടു വേക്ക് അപ്പ്. കാരണം ദ പെർഫെക്റ്റ് വ്യൂ ആണ്. ക്രൗഡ് ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല. ബട്ട് ദെൻ ഇറ്റ് ഇസ് ലൈക്ക് സോ കോൾഡ് ഔട്ട് ഹിയർ ആൻഡ് ഇത് വിയറ്റ്നാം ആണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഒരു ഭയങ്കര തണുപ്പാണ്. ഓൾമോസ്റ്റ് ഒരു 15-14 ഡിഗ്രീസ് എങ്ങാണ്ടാണ്. സോ ക്രൗഡൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. കാരണം കേബിൾ കാർ ഇപ്പോൾ ഓപ്പൺ അല്ല. ഇത് നമ്മുടെ മെയിൻ പള്ളി, അവിടെ കുറച്ച് മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്നു. എന്തായാലും നോക്കാം, ഇന്ന് നിങ്ങളെ മാക്സിമം ബാന ഹിൽസ് കാണിക്കാൻ നോക്കാവേ ഗൈസ്. ഇപ്പം നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി, കേബിൾ കാറിൽ ടൂറിസ്റ്റ് ഒക്കെ വന്നു തുടങ്ങി. ആൻഡ് ഇപ്പം മഴ ഒന്ന് ജസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് മാക്സിമം എന്തൊക്കെയാണോ കാണിക്കാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ബാന ഹിൽസിനെ കുറിച്ച് അറിയാത്തവർ, നമുക്ക് ഇവിടെ കേബിൾ കാർ എടുത്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ. കേബിൾ കാറിന് ഒരു 3500 റുപ്പീസ് വരും. നമ്മൾ സപ്പോസ് ഇവിടെ രണ്ട് രീതിയിൽ വരാം. ഒന്നില്ലെങ്കിൽ രാവിലെ വന്ന് വൈകുന്നേരം 5 മണിയാകുമ്പോൾ തിരിച്ചു പോവാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ദിവസം താമസിക്കാം. ഹോട്ടലിന് ഏകദേശം ഒരു 6000-7000 ആണ് വരുന്നത്. ആ ഹോട്ടലിൽ വരുവാണെങ്കിലും കേബിൾ കാർ എടുക്കണം. പക്ഷേ ഒരു 1000 രൂപ കേബിൾ കാറിന് പെർ ഹെഡ് കുറയും. അപ്പോൾ ഇപ്പോൾ ഡേ ടൂറിസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നലത്തെ വ്ളോഗുകൾ കണ്ടാൽ അറിയാം ഹോട്ടലിലെ ഫെസിലിറ്റീസും പൂളും ഇവിടുത്തെ താമസവും ഫുഡും ഒക്കെ എങ്ങനെയുണ്ടെന്ന്. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ ഹോട്ടലിൽ താമസിക്കുന്നില്ല, രാവിലെ വന്ന് വൈകുന്നേരം പോകുന്നവരാണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരാം. കാരണം കുറേയൊക്കെ നമ്മുടെ ഈ കേബിൾ കാറിന്റെ കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ബാന ഹിൽസ്. എന്തായി തണുപ്പത്തുണ്ടല്ലോ, ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇത് തെർമൽസും ജാക്കറ്റും ഒന്നും ഇടാതെ നല്ല ലൈറ്റ് കോട്ടൺ ഡ്രസ് വെച്ച് ഇറങ്ങിയിരിക്കുക. ഉണ്ടോ അറിയുന്നില്ല കേട്ടാ, അടിയിൽ മാത്രമേ ഉള്ളൂ, ജാക്കറ്റ് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ തണുത്ത് വിറച്ച് ഓടും. നോക്കിക്കാം, ഇന്ന് നമുക്ക് ബാന ഹിൽസ് എന്തൊക്കെയാ പരിപാടി എന്ന് കാണാം. മഴ വരുമ്പോൾ ഓടി അകത്ത് കയറാം, മഴയില്ലാത്തപ്പോൾ വേഗം വ്ളോഗ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ചേർച്ചിൽ നിന്ന് തന്നെ തുടങ്ങാവേ. ഇവിടെ ആയിരിക്കും നിങ്ങൾ വന്ന് ഇറങ്ങുന്നത്. ആൻഡ് നമ്മൾ ചേർച്ചിലേക്ക് തന്നെ ഫസ്റ്റ് കയറി തുടങ്ങാം. ഇതിൻ്റെ അകത്ത് ഇത് കണ്ട ഒരു ഹീറ്റർ റൂമുണ്ട്. സോ നിങ്ങൾക്ക് തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഓടി വരാം. ഇത് റിയൽ ചേർച്ച് ആണോ അല്ലയോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇറ്റ് ലുക്സ് ലൈക്ക് എ യൂറോപ്യൻ ഗോത്തിക് ചേർച്ചാണ്. റിയൽ അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മാസ് ഒന്നും ഇല്ലല്ലോ. ഇവിടെയാണ് അമ്യൂസ്മെന്റ് പാർക്ക് ഉള്ളത്. ഫാന്റസി പാർക്ക് നിങ്ങൾ നോക്കി വന്നാൽ മതി. സോ ഇത് ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഏരിയ ആണ്. ഇത് നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇൻക്രെഡിബിൾ മിസ്റ്റ് കാരണം ഉണ്ടല്ലോ, ഒന്നും കാണാൻ വയ്യാട്ടാ. സോ മഴയുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഓടി ഇതിൻ്റെ അകത്തേക്ക് കയറുക. സോ ദാറ്റ് ഇത് നിങ്ങൾക്ക് കവർ ചെയ്യാമല്ലോ ആദ്യമേ മഴയുള്ളപ്പോൾ. ഇങ്ങോട്ട് പിന്നെ വരാം, കാരണം ഇത് 7 മണി വരെ ഉണ്ട്. ഇപ്പം കേബിൾ കാറിൻ്റെ ക്രൗഡ് ഉണ്ടല്ലോ, അവർ പോയി കഴിയുമ്പോൾ നമുക്ക് ക്യൂ ഇല്ലാതെ ഓരോ ഗെയിംസ് കളിക്കാൻ പറ്റുമേ. ഒക്കെ പല ടൈപ്പ് ഓഫ് ഈറ്ററീസ് ആണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഫുഡ്സും ഡ്രിങ്ക്സും ഒക്കെ കിട്ടും. ഇതൊക്കെ സ്ട്രീറ്റ് ഫുഡ് പോലത്തെ ഏരിയ ആണ്. പക്ഷേ ഈ മിസ്റ്റ് എൻജോയ് ചെയ്യുന്നവർക്ക്, തണുപ്പ് എൻജോയ് ചെയ്യുന്നവർക്ക് ഇത് ബെസ്റ്റ് വെതറാണ്. ഓരോ കോർണേഴ്സും എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. മിസ്റ്റ് ഇല്ലെങ്കിൽ കൂടുതൽ, മിസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഫീലാണ്. മിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാം, മിസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ വ്യൂസ് എൻജോയ് ചെയ്യാം. സോ ഇങ്ങനെ വന്നാലും നിങ്ങൾക്കിത് വേസ്റ്റ് ആവില്ല, അത് ഗ്യാരണ്ടി ചെയ്യാം. അതിന് ഇവിടെ ഇതുപോലെ റെയിൻകോട്ട് വെക്കും കേട്ടോ, ഭയങ്കര ചീപ്പാണ്. സോ ഇൻ കേസ് റെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ റെയിൻകോട്ടായിട്ടൊന്നും വരണ്ട, ഇതുപോലെ ഡിസ്പോസിബിൾ റെയിൻകോട്ട് വാങ്ങി ഉപയോഗിച്ചാൽ മതിയേ. കോണം കുറേ ക്ലീൻ ടോയ്ലറ്റ്സ് ഉണ്ട്. എവിടെ പോയാലും എല്ലാ ഏരിയയിലും ഇതുപോലെ ടോയ്ലറ്റ്സ് ഉണ്ട്. നോക്കിയിട്ട് വരാം. ഇത് റെസ്റ്റോറൻറ്റും പ്ലസ് എന്തോ സ്റ്റേഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഓരോ ലാൻഡ് മാർക്ക് ആവാനാണ് സാധ്യത. കേബിൾ കാർ വഴി വരാനുള്ള ഓരോ സ്റ്റേഷൻസ് ആണ്. സോ എനിക്ക് തോന്നുന്നു 2-3 സ്റ്റേഷൻസും ഉണ്ട്. ആൻഡ് ഇതിനകത്ത് ഇതുപോലെ കുറച്ച് ഫുഡ് കോർട്ട് പോലത്തെ അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡിൻ്റെ ഒരു സ്ഥലമുണ്ട്. എനിക്കൊന്ന് ബാർബക്യൂ, റൈസ്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്ന ഫുഡാണ്. ബുഫേ ടൈപ്പും ഉണ്ട്. ഇതെനിക്കൊന്ന് നല്ല തിരക്കുണ്ട്. സോ എനിക്കൊന്ന് ഇതായിരിക്കും ചിലപ്പം ഏറ്റവും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലം. ഫുഡൊക്കെ കണ്ടിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് ആണ്. പക്ഷേ ഇതിപ്പോൾ കണ്ട 6 മണി വരെ ഉണ്ട് ഗോൾഡൻ ബ്രിഡ്ജ്. പക്ഷേ
ടൂറിസ്റ്റ് ഒക്കെ ഇവിടുന്ന് ഒരു 4 മണിയാകുമ്പോൾ പോകും. അപ്പോൾ നമ്മൾ 4 മണിക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ ഹോട്ടൽ ഗസ്റ്റിന് മാത്രമായിട്ട് ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് പോകാം. അങ്ങനെ കുറച്ച് വെയിലും വന്നു. നേരെ റിവീൽ ചെയ്ത് നോക്കും പോപ്പ് മാർട്ട്. ഇതിൻ്റെ മുകളിൽ വരെ പോപ്പ് മാർട്ട്. പോപ്പ് മാർട്ട് അറിയാത്ത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇത് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ലബൂബുവിനെയൊക്കെ ഉണ്ടാക്കിയവരാണ് പോപ്പ് മാർട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ അൽഫാം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കറങ്ങുന്ന സംഭവം തന്നെ നോക്ക്. ഉച്ചയ്ക്ക് തണുപ്പത്തിരുന്ന് ചിക്കൻ കഴിക്കാൻ നല്ല ഫീലായിരിക്കും കേട്ടോ. മോറിൻ റോസ് ഗാർഡൻ, ഇത് നമുക്ക് മുകളിലൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം കുറച്ച് വെയിലുള്ള ടൈമിലായിരിക്കും ഇതൊക്കെ കാണാൻ ഭംഗി. എസ്കലേറ്റർ വരെ ഇതിൻ്റെ അകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ആക്ച്വലി പല ലെയേഴ്സ് പോലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ മുകളിൽ തന്നെ സൂഷി ബാർ ഉണ്ട്. ഇത് ആ കാണുന്നത് സ്റ്റാർബക്സ് ആണ്. സൂഷി ബാർ, സ്റ്റാർബക്സ്, എനിക്കൊന്ന് ഫുഡിൻ്റെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ പണ്ട് ഒരു ഫ്രൈഡ് ചിക്കൻ കിട്ടുന്ന സ്ഥലം കൂടി ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടോ എന്ന് അറിയില്ല. ഈ സ്റ്റാർബക്സ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഫങ്ഷനിങ് ആണോ അല്ലയോന്നൊന്നും അറിയില്ല. പക്ഷേ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അമേസിങ് ആയിരിക്കും. ഇത് കണ്ടിട്ട് കുറേ കാലമായിട്ട് ആരും അല്ല, സോറി, ഇറ്റ് ഇസ് ഓപ്പൺ. തിരക്കും ഉണ്ട് കേട്ടോ. സോ വൈകുന്നേരം വേണമെങ്കിൽ കോഫിക്ക് ഇവിടെ വരാം. എന്തായാലും അടിപൊളി സ്ഥലം. നമ്മുടെ കേബിൾ കാറിൻ്റെ മുകളിലേക്കാണ് നിൽക്കുന്നത്. നോക്ക്, വ്യൂ നോക്ക്. അങ്ങോട്ട് ഇറ്റ്സ് ഗോയിങ് ടു ലൈക്ക് എന്താ പറയുന്നത്, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പോലെയാണ്. എംപ്റ്റിനെസ്സിലേക്ക് പോകുന്ന പോലെയില്ലേ കേബിൾ കാറ്. ഒരു സൈഫൈ പടത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇതാണ് ആക്ച്വലി ഇവിടുത്തെ ഒരു മെയിൻ ഫോട്ടോ പോയിന്റ്. ഹീലിയോസ് വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ സ്കൾപ്ചറായിട്ട് ചെയ്ത ഒരു ഫൗണ്ടൻ ഏരിയ പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് ഫൗണ്ടൻസ് ആൻഡ് വാട്ടർഫോൾസ്. നമ്മുടെ പാരീസിലും റഷ്യയിലൊക്കെ കാണുന്ന പോലെ. ഇതിന് ആക്ച്വലി ഒരു 150-year-old ഇറ്റാലിയൻ സ്കൾപ്ചർ ഫാമിലി ആയിട്ടാണ് അവരിവിടെ വന്ന് ചെയ്തതാണ്. ഇത് 2022 43 ഗ്രീക്ക് സ്റ്റാച്ചു ഉണ്ട്. ബട്ട് ഇറ്റ് ഇസ് സോ പ്രിറ്റി. ഇതിനൊരു ഒത്തന്റിസിറ്റി ഉണ്ട്. കാരണം ഒരു പ്രോപ്പർ ഇറ്റാലിയൻ വന്ന് ഇവിടെ ചെയ്തതാണല്ലോ. ആൻഡ് ദിസ് ഇസ് ദ മെയിൻ ഫോട്ടോ പോയിന്റ് ഓഫ് ദിസ് ബാൻഡ ഹിൽസ്. ദ മെയിൻ ഇതും ഗോൾഡൻ ബ്രിഡ്ജും. ഇത് ആക്ച്വലി ഇവിടുത്തെ ഒരു ബിയർ പാർലറാണ്. എല്ലാവരും ഓടി അങ്ങോട്ടാണ് കയറുന്നത്. നിങ്ങൾ ആരും ഫുഡൊന്നും കഴിക്കുന്നില്ല. ഇതുപോലെ ബിയർ പാർലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ സ്റ്റൈലിൽ. ആക്ച്വലി ഭയങ്കര വിഷമമായി പോയത് ഇതൊക്കെയാണ് ഗെയിംസ് ഇവിടെ ഔട്ട്ഡോർ ആയിട്ടുള്ളത്. എല്ലാം ക്ലോസ്ഡ് ആണ്. അതെന്താണെന്ന് അറിയില്ല. ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ ഇതുണ്ട്. പിന്നെ ഒരു കാരസോൾ ഉണ്ട്, ബമ്പർ കാസ് ഉണ്ട്. എവറിത്തിങ് ഇസ് ക്ലോസ്ഡ്. എന്ത് പറ്റിയെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല ടൂറിസ്റ്റും ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫുള്ളി അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആണല്ലോ. ഇതിനൊക്കെ കൂടിയാണ് നമ്മൾ പൈസ കൊടുത്ത് വരുന്നത്. സോ അത് അടിയിൽ നിന്ന് അവർ പറഞ്ഞൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ ക്ലോസ്ഡ് ആണ്. ബട്ട് ഇതൊക്കെ ഇന്നത്തേക്കില്ല. ഇതിൽ നമ്മൾ 5 ഡക്സിന് എടുക്കും. ടോട്ടൽ നമ്പർ അനുസരിച്ച് ഈ ഡക്കിൻ്റെ അടിയിൽ നമ്പറുണ്ട്. ടോട്ടൽ ആഡ് ചെയ്തിട്ട് വലിയ നമ്പർ കിട്ടിയാൽ നമുക്ക് കൂടുതൽ ഗിഫ്റ്റ് കിട്ടും. അപ്പോൾ വേദുവാണ് ഫസ്റ്റ് എടുക്കുന്നത്. അങ്ങോട്ട് എടുക്ക്. ദേ പോയി. എടുത്തോ 2 എണ്ണം. ഓക്കെ, ഇനി അമ്മ മാറ്. 2 more. ആ എടുക്ക്. എത്ര നമ്പർ കിട്ടും എന്ന് അറിയാലോ. ഓ പ്രിയ സെലക്ട് ചെയ്തെടുത്താ കേട്ടാ. ഓക്കെ, ടോട്ടൽ നോക്ക്. ഇതിന്റെ തുറന്നു നോക്ക് അടിയിൽ എത്ര ഉണ്ടെന്ന്. 2 5 Okay, last one. 2. Okay, 19. Oh, 19 is one. Black. one. The dog. Wow. Lucky boy. Okay, the black one for you. Thank you. Congratulations. Thank you very much. എനിക്ക് തോന്നുന്നു അവർക്ക് വിയറ്റ്നാമീസ് ഫോട്ടോ സെഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതിനു വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ കാറും ഇതൊക്കെ കൊണ്ടുവെക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ശരിക്കും നമ്മുടെ പ്രാഗിലൊക്കെ വില്ലേജസ് പോലെ ഇല്ലേ? നോക്കി ഈ സ്ട്രീറ്റ്സിന്റെ ഇടയിൽ കൂടെ ഉള്ള വ്യൂ ഒക്കെ, കോബിൾ സ്റ്റോണും പിന്നെ ശരിക്കും ആ റൂഫ് ടോപ്സ് ഒക്കെ, സ്ലോപ്പിംഗ് റൂഫും. ഇറ്റ്സ് ജസ്റ്റ് ടു ഗുഡ്. വെറുതെ അല്ല ഇത് ഇത്രയും ആൾക്കാർ വരുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇത്ര ഇന്ത്യൻസിനെയും കാണുന്നത്. കുറേ ഇന്ത്യൻസ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. എസ്പെഷ്യലി രാത്രി ഭയങ്കര രസം. ഒരു സെൻ ഗാർഡൻ പോലെയാണ് ഇത്. സബ്മിറ്റ് ഇതിൻ്റെ ടോളസ്റ്റ് പോയിന്റ് ആണ് ബാന ഹിൽസിൻ്റെ. മുകളിലൊരു സെൻ ടെമ്പിൾ പോലെയാണ്. ഇത് മഴ വന്ന് കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കാൻ പോവാം. ടെമ്പിൾ ഉണ്ടെന്ന് മുകളിൽ. ഞങ്ങൾ രാത്രി ഇതിൻ്റെ മുകളിലാണ് പോയത്. ഒരുപാട് സ്റ്റെപ്സ് കയറുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, വ്യൂ പോയിന്റ് ഏറ്റവും ടോളസ്റ്റ് പോയിന്റ് ഈ ഏരിയയിൽ. രാത്രി അല്ല, ഞങ്ങൾ പോയി നേരത്തെ രാത്രി പോയത്. നിങ്ങൾ കുട എന്തായാലും ആയിട്ട് വന്നോട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഇവിടുത്തെ ഇഷ്യൂ. എപ്പോൾ വേണമെങ്കിൽ
അത് കറക്റ്റാ. മഴ ഇല്ലെങ്കിൽ വേഗം പോവായിരുന്നു. അപ്പൊ പയ്യെ വന്നാൽ മതി രണ്ടുപേരും കൂടെ. ഇതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ലൊട്ടേറിയ ഇവിടെ വന്നു കഴിഞ്ഞാൽ റൈസ് ഒക്കെ കിട്ടും, ബർഗേഴ്സ്, നൂഡിൽസ് എല്ലാം ഉണ്ട് ഇവിടെ. ആൻഡ് വെളിയിലത്തെ താഴത്തേക്ക് എത്രയാണോ റേറ്റ് അത്രയേ ഉള്ളൂ ഇവിടെ. ഗൈസ് ഫുഡ് ഞാൻ ഒരു ബർഗർ, പ്രിയക്ക് കുറച്ച് ചിക്കനും, ഭയങ്കര അൺഹെൽത്തി ആണ് എന്നാലും ചിക്കനും കുറച്ച് ഫ്രൈസും, വേദുവിനും കുറച്ച് ചിക്കൻ സ്ട്രിപ്സും റൈസും കുറച്ച് ഫ്രൈസും ഒരു ഡയറ്റ് കോക്ക് എല്ലാം കൂടെ ഏകദേശം ഒരു 450-500 റുപ്പീസിന് അടുത്തായുള്ളൂ. സോ ഒരു അഫോർഡബിൾ വേ ടു ഈറ്റ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും ഒരു നല്ല ഓപ്ഷൻ ഇഫ് യു ഡോണ്ട് മൈൻഡ് ദീസ് ജങ്ക് ഫുഡ്. ഞാനും പ്രിയയ്ക്ക് ഗോൾഡൻ ബ്രിഡ്ജ് കാണാനുള്ള യോഗം കാണില്ല. നല്ല മഴ കേട്ടോ. ഇതൊന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. 1 മണിക്കൂറത്തേക്ക് നിന്നാൽ മതി. തണുപ്പല്ലേ? കൊടവെക്ക്. വെളിയിൽ ഇപ്പൊ ഒട്ടും മിസ്റ്റില്ല. വേഗം വാ. മിസ്റ്റ് ഒന്നും ഇല്ല, ഞാൻ നോക്കി. എന്താ ഇതാണ് മിസ്റ്റ് ഇല്ലാത്തത്. മിസ്റ്റ് ഉള്ളപ്പോ എനിക്ക് പ്രിയനൊക്കെ എന്നെ കാണാൻ പറ്റില്ല, അല്ലെങ്കിലേ കാണാറില്ലേ. വീഡിയോ കൂടെ മാത്രം വ്ളോഗ് ചെയ്യുമ്പോ മാത്രമേ കാണാറുള്ളൂ പ്രിയനെ. മഴ തുടങ്ങി. ഇവിടെ എന്തോ ഷോ ആണോ? അല്ല, അതെ കേബിൾ കാറിലേക്ക് ആൾക്കാർ തിരിച്ചു പോകാനുള്ള തിരക്കാ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകുന്നവര്, അവർക്ക് 4 മണി വരെയല്ലേ ഉള്ളൂ. പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഫ്രീസിങ് കോൾഡ് ഒന്നും അല്ല കേട്ടോ. പക്ഷെ കണ്ട വായിന്നൊക്കെ പുക പോകുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. സംസാരിക്കാൻ പുക പോകുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ ബിസ്റ്റിന്റെ ആണോ അതോ ഹ്യൂമിഡിറ്റിയുടെ ആണോ എന്താണെന്നറിയില്ല. പുകയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ആൾക്കാർ ഇതേ ബാക്കിലൊക്കെ തണുത്ത് വിറച്ച് നിൽക്കുന്നുണ്ട്. പ്രിയ ഫോട്ടോഷൂട്ടിന് വേണ്ടി വെറും ഒരു ലൈറ്റ് കോട്ടൺ ഡ്രസ്സ്. മാട്ടും കൂടെ എന്താണെന്ന് നോക്കട്ടെ, എന്തെങ്കിലും സ്പെഷ്യൽ കളക്ഷൻ ഉണ്ടോന്ന്. എന്ന സ്ഥിതിക്ക് നമുക്ക് കളക്റ്റബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ. എന്നെ കാട്ടി കൂടുതൽ വിവരം ഇതിനെ കുറിച്ച് വേദൂനായിരിക്കും തോന്നുന്നു. ഇത് മേ ബി വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പോപ്പ് മാർട്ടായിരിക്കും. ഇത് നോക്ക് മുകളിലേക്കൊക്കെ പോകുന്നത് എങ്ങനെയാണ്. എന്തൊരു മാജിക്. അതൊരു ഹാരി പോട്ടർ കാസിൽ പോലെ. ഇത് ഉണ്ട് കേട്ടോ, 3-4 ഫ്ലോർ ഉണ്ട്. ഹാരി പോട്ടർ കാസിൽ പോലെ ഉണ്ട്. ക്യാരക്ടറിനെ അറിയില്ല എനിക്ക്. ഇതിൻ്റെ അകത്ത് ആരാ? വൺ പീസിനെ എനിക്കറിയാം, പക്ഷെ നാറൂട്ടോ ലബൂനെ മാത്രം അറിയാം. എന്നിട്ട് എന്ത് ക്രേസ്. പോയി നോക്കാം ഗോൾഡൻ ബ്രിഡ്ജിൽ. വേറെ എന്ത് ചെയ്യാനാ, ഗോൾഡൻ ബ്രിഡ്ജിൽ പോയി നോക്കാം. ഞാൻ നന്നായി കണ്ടു, സൂപ്പറായി കണ്ടു ഞങ്ങള്. ഇത് ഭംഗിയാന്നറിയോ പ്രിയ? ഫുൾ ഫ്ലവേഴ്സാ. കാണാൻ പറ്റാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ ഇതൊക്കെ ഫോട്ടോഷോട്ടിന്റെ സംഭവമാണ്. എനിക്കത് കാണാൻ വയ്യ. എന്താ ഞാൻ ഇത്രയും മിസ്റ്റ് എൻ്റെ ലൈഫിൽ എൻകൗണ്ടർ ചെയ്തിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ കേബിൾ കാർ സ്റ്റേഷനാന്ന് വിചാരിച്ച് ടോയ്ലറ്റിലേക്കാണ് കയറി പോകുന്നത്. ഒന്നും കാണാൻ വയ്യാന്ന്. എന്തൊരു മിസ്റ്റാ. ഇത്രയും മിസ്റ്റ് ലൈഫിൽ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല, മൂന്നാറും എവിടെയും കണ്ടിട്ടില്ല. ഓ പിന്നെ ആണ് കേബിൾ കാറിൻ്റെ ഗോൾഡൻ ബ്രിഡ്ജിലേക്കുള്ള കേബിൾ കാർ. നമ്മൾ അടിയിലത്തെ ആ കേബിൾ കാറിൻ്റെ എൻട്രൻസിന് പൈസ എടുത്തു കഴിഞ്ഞാലും ഇത് കോംപ്ലിമെൻ്ററി ആണ്. ഇതിനു വേണ്ടി എക്സ്ട്രാ പൈസ ഒന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രിയ ഹീറ്റ് റൂം എന്തിന്? ഹീറ്റ് റൂം കാരമൽ പോപ്കോണിൻ്റെ ഒക്കെ വേണം അല്ലേ? ഒരു ക്രിസ്മസ് ഫീല്. ഇതാണ് കേബിൾ കാർ സ്റ്റേഷൻ ടു ഗോ ടു ദ ഗോൾഡൻ ബ്രിഡ്ജ്. സോ ഇവിടെ ഇങ്ങനെ ഹീറ്റ് റൂം ഒക്കെ തന്നിട്ടുണ്ട്. ഗോൾഡൻ ബ്രിഡ്ജിന്റെ അവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ സ്ഥലമുണ്ടോ? പിന്നെ നടക്കണോ? നടന്ന് റൗണ്ട് എടുത്ത് തിരിച്ചു വരണം. അപ്പോ മറ്റേ തണലൊന്നുമില്ല. തണലൊന്നുമില്ല. പിന്നെ തണല ഇങ്ങനെ കേറി ഇരിക്കാൻ ഒന്നുമില്ല. ചൂട് കിട്ടാൻ ഒന്നുമില്ല. ഓപ്പൺ അപ്പ്. ജപ്പാനിൽ പോകുമ്പോ കഴിക്കണം എന്ന് വിചാരിച്ചാ ഭയങ്കര ചീപ്പാ. അവിടെ എത്രയോ 50 രൂപയുള്ളൂ നമ്മുടെ നാട്ടിലത്തെ. പക്ഷെ കട അടച്ചുപോയി. ഇതെല്ലാം മറ്റേ എന്താ ഡോങ്കി ഇല്ലേ, ആ കടയുടെ ഫ്രണ്ടിൽ കിട്ടും. പക്ഷെ അകത്ത് ചീസാ. കുറച്ച് കഴിച്ചു നോക്ക്. ചീസ് പുള്ളു വരും, പിസ്സ പോലെ. ഡോങ്ജു എന്നാ ഇവിടുത്തെ പേര്. ഏതോ അമ്മേനെ നോക്ക്, അവിടെ പോയി ഇരിക്കണം എന്ന്. ബാ. മിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറയുന്നേ ഇല്ല. ചുമ്മാ പോവാം, അത് തന്നെ സംഭവിക്കുന്നത്. ഗോൾഡൻ ബ്രിഡ്ജിൽ പോയതെങ്കിലും പറയാലോ. ഞാൻ പറഞ്ഞ വല്ല സ്റ്റൈല് വേണ്ട, തെർമൽസും ജാക്കറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് വരെ പറഞ്ഞാണോ ക്ലിയർ ആയിട്ട്. അപ്പൊ സ്റ്റൈല് വേണം.
ഓൺ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അത് നമുക്കൊരു കാര്യം ചെയ്യാം, ഇറങ്ങാതെ കറങ്ങിയിട്ട് വന്നാലോ? ഞാൻ ഇറങ്ങും. എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. എല്ലാവരും എക്സ്പീരിയൻസാ. ഒന്നിനും നമ്മുടെ എന്താ പറയുന്ന വൈബിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഓ, ഇതൊരു ഹൊറർ പടത്തിന്റെ ഫീല്. നോക്ക്, കംപ്ലീറ്റ് ഒരു ഹൊറർ പടത്തിന്റെ ഫീല്. എന്ത്? ഇപ്പൊ ഇതില് ക്രീച്ചേഴ്സ് ഒക്കെ വന്നു വീണ ആലോചിച്ച് നോക്ക്. പെന്നി വൈസ് ഒന്ന് ആലോചിക്ക്. ഈ സ്റ്റേഷന്റെ പേര് ലാ ബോഡി ഹുക്സ് എന്നാണ്. സോ ഐ തിങ്ക് സോ ഇതും എല്ലാം ഒരു ഫ്രഞ്ച് ഇൻസ്പയർഡ് പേരിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. കാര്യം ഇതുപോലെ എസ്കലേറ്റേഴ്സ് ഒക്കെ മെയിൻ സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട്. സോ തീരെ വയ്യാത്തവർക്കാണെങ്കിലും നമുക്ക് കാണാനൊക്കെ സൗകര്യമാണ്. പ്രാം വെച്ചാണെങ്കിലും കുറച്ച് വയ്യാത്തവരാണെങ്കിലൊക്കെ. ഇവിടുത്തെ തിരക്ക് നോക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ബ്രിഡ്ജ് കാണാൻ പറ്റില്ല, അതിൻ്റെ കൂടെ തിരക്കും. അതും കൂടെ ആയിരിക്കും ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത്. നോക്കിക്കോ, ഇവിടെ സ്റ്റാർബക്സ് ഉണ്ടല്ലോ. ലക്ഷങ്ങൾ മുടക്കി ഫ്ലൈറ്റും പിടിച്ച് ഡ്രസ്സും പാക്ക് ചെയ്ത് ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്ന പ്രിയയുടെ അവസ്ഥ. ഫോട്ടോഷൂട്ട് എടുക്ക് വേദുവിന്റെ. സമാധാനമായല്ലോ, ഒന്നും കാണാനും പറ്റുന്നില്ല, ഒന്നുമില്ല. അമ്മ കാണിച്ചു തരാടാ. കൈ കണ്ട, ഇത് കാണാനാ വന്നേ. കണ്ടാ ഫ്ലൈറ്റ് പിടിച്ച് വന്നത്, ടിക്കറ്റ് എടുത്ത, ഹോട്ടല് ബുക്ക് ചെയ്ത, കേബിൾ കാറിൽ വന്നത്. കേബിൾ കാറല്ല, ഈ കൈ കാണാനാ വന്നത്. ഇതാണ് ഗോൾഡൻ ബ്രിഡ്ജ്. കണ്ടാ? ആ കൈ കണ്ടാ? കൈ കണ്ടാ? നിങ്ങൾ എല്ലാരും കണ്ടാ? എന്തായാലും നടക്ക്, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. എത്ര ടൂറിസ്റ്റ് എന്താന്ന് പറഞ്ഞാലും ഒരു എക്സ്പീരിയൻസ് തന്നെയാട്ടാ. ഇത് ജസ്റ്റ് ശരിക്കും ഒരു ദൈവത്തിന്റെ ഒക്കെ കൈ പോലെ ഇല്ലേ പറയില്ലേ, അതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇറ്റ് ജസ്റ്റ് സോ എനോമസ്. ആൻഡ് ഇപ്പൊ ഒരു ഹെവൻലി ഫീലിംഗും ആണ്. പാട്ടും ഈ ഒരു മിസ്റ്റും എവറിത്തിങ് ഉണ്ടത് കണ്ടിട്ട്. സംഭവല്ലേ, എത്ര ടൂറിസ്റ്റ് ചെയ്യാണെന്ന് പറഞ്ഞാലും കാണേണ്ട ഒരു സംഭവല്ലേ. ലുക്ക് അറ്റ് ദിസ്. ഓ, എന്തായി ഇത്രയെങ്കിലും കാണാൻ പറ്റിയല്ലോ അല്ലേ? സൂപ്പർ സൂപ്പർ, സമാധാനമായി എനിക്ക്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ മിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഭംഗി വേറെ ലെവലാട്ടാ. എത്ര ആഗ്രഹിച്ചറിയ കൈ കാണണം. സത്യം, പ്രിയ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. ഓ വേദു, ഹാപ്പി ആയ മോൻ? ആയാ? ഓ എന്താ മതിയില്ലേ? മതിയാവുന്നില്ല? നോക്ക്, താഴെ ഭയങ്കര ഒരു വലിയ ഫ്ലോറൽ ഗാർഡനാ ആ വഴി പോകുന്നത്. പക്ഷെ കുറെ നടക്കാനുണ്ട്. പിന്നെ ഈ മഴയെ മിസ്റ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഇത് മാത്രമല്ല, ഗാർഡൻസ് ഉണ്ട്, ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സ് ഉണ്ട്, കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതാണ് മെയിൻ. കഥ പറഞ്ഞു കൊടുക്ക എല്ലാവർക്കും, കൈ എങ്ങനെയാ വന്നേന്ന്. ക്ലൂ നിങ്ങൾക്ക് ഞാൻ തരാം. 2 കൈയുണ്ട് ഇതുപോലെ. ആദ്യത്തെ കയ്യിലായിരിക്കും തിരക്ക്, സെയിം തന്നെയാണ്. സോ നിങ്ങൾ രണ്ടാമത്തെ കൈയുടെ അവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കില്ലാതെ തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഈ ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിലേ പറ്റുള്ളൂ. ഈ തിരക്ക് ഹോട്ടൽ ഗസ്റ്റിൻ്റെ. സോ ഇമാജിൻ എല്ലാ ഗസ്റ്റും ഉള്ളതാണെങ്കിൽ, ഇതിപ്പം എല്ലാവരും കേബിൾ കാറിൽ തിരിച്ചു പോയി, ഹോട്ടൽ ഗസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയായി. സോ 4 മണിയാണെങ്കിൽ കറക്റ്റ് ടൈം, അല്ലെങ്കിൽ രാവിലെ 6 മണി. ഒരു ഫൈനൽ വ്യൂ ഓഫ് ദ ഗോൾഡൻ ബ്രിഡ്ജ് ആൻഡ് ദ ഹാൻഡ് ആൻഡ് ദ മിസ്റ്റി സറൗണ്ടിങ്സ്. ഈ ഒരു മാജിക്കൽ കാര്യം കാണാനാണ് 90% ഓഫ് ആൾക്കാർ ഇവിടെ വരുന്നത്. ഏതു ഭയങ്കര രസമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. യു കൻ സ്പെൻഡ് സോ മച്ച് ടൈം ഓവർ ഹിയർ, എസ്പെഷ്യലി വെദർ. ദാറ്റ് ഈസ് ഓൾസോ സോ അമേസിംഗ്. നോ, മഴയും കൂടെ പെയ്യാത്തോണ്ട് ഞങ്ങൾക്ക് നമ്മളായിരിക്കും ലക്കി ആയി പോയേട്ടാ. ഇപ്പൊ മഴയും കൂടെ. അതെ, സത്യ. ഭാരമുള്ള ഡ്രസ്സും എടുത്ത് ഫുൾ നനഞ്ഞു പോക്കി പിടിച്ച് കോടയും പിടിച്ച് ജാക്കറ്റ് ചൂടാതെ തണുപ്പത്ത് ഇതിനു വേണ്ടി നടന്നിട്ട് മഴ പെയ്തെങ്കിലോ കിട്ടിയല്ലോ. ദൈവം രക്ഷിച്ചു. പ്രിയ ഫോൺ ബാഗിൽ വെക്കും, ഒരു സ്ഥലത്ത് പോകുമ്പോ പിന്നെ ഫോട്ടോ പോയിന്റ് കാണുമ്പോ പിന്നെ എടുക്കും പോവാൻ തോന്നില്ലേ? നമ്മുടെ മാനിഫെസ്റ്റ് ചെയ്യാം, നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വന്ന് ഇവിടെ ഫോട്ടോ എടുക്കുന്നത് അല്ലേ? ട്രാവൽ വിത്ത് OHFല് നമ്മൾ തിരിച്ച് നമ്മുടെ മെയിൻ റിസോർട്ട് ഏരിയ തന്നെ എത്തി. ഇവിടെ കോഫി ഷോപ്പൊക്കെ ഉണ്ട്. പക്ഷെ പ്രിയക്ക് കോഫി ഒന്നും വേണ്ടാത്ത കൊണ്ട് നമ്മൾ പ്ലേ ഏരിയ പോവാ. നടക്ക്, വേദിന് വേണ്ടി. ഇത് ഈ വഴി
ഇത് നമുക്ക് അടുത്ത സ്ഥലമാണ്. ഇത് കംപ്ലീറ്റ് കോംപ്ലിമെൻ്ററി ആണ് ഈ നമ്മുടെ കേബിൾ കാർ ടിക്കറ്റിൻ്റെ കൂടെ. അപ്പോൾ ഇതും നമുക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാം. അതേപോലെ ഭയങ്കര വേർത്താണ് നമ്മൾ ആ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് പൈസ. കുറച്ച് നേരം വേദുവിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ നോക്കുവാണ്. സോ ഏതാ വേദുവിന് ആദ്യം നമുക്ക് ആദ്യം അടിയിൽ പോയി നോക്കാം എന്താ ഉള്ളതെന്ന്. അടിയിലത്തെ ഏരിയയിൽ കൂടുതൽ കൊച്ചു കുട്ടികളുടെ ഇതുപോലത്തെ നമ്മുടെ പ്ലേ ഏരിയ ഇല്ലേ, പ്ലേ ഗ്രൗണ്ട് പോലത്തെ ഏരിയ ആണ്. ഒന്നിനും പൈസ കൊടുക്കണ്ടേ. വീണ്ടും പറയാം, ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആണ്. ഈ ഗെയിംസ് കോയിൻസ് ഇട്ട് കളിക്കുന്ന പരിപാടി അതിനാണ് പൈസ കൊടുക്കേണ്ടത്. ബാ ഈ റൈഡിൽ പോവാം, കുട്ടികളുടെ റൈഡിൽ. PD ഷോ ഒക്കെ ഫ്രീ ആണ് കേട്ടോ. നമുക്ക് ഇതൊന്നും പൈസ ഇതിൽ നമ്മൾ കുതിരയിലിരുന്ന് നമ്മൾ ഷൂട്ട് ചെയ്യണം. ഇതിൽ അപ്പയ്ക്ക് വരാൻ പറ്റില്ല കേട്ടാ, അപ്പയ്ക്ക് വരാൻ പറ്റില്ല. ഓയ്ക്കോ, വേറെ ഒരു കുട്ടി കൂടെ ഉണ്ടെങ്കിൽ കുറേയും കൂടെ എൻജോയ് ചെയ്ത് തന്നെ. ഇനി അപ്പയും വേദും ബമ്പർ കാറിലാണ്. വേദു പറയും അപ്പൊ ഓടിക്കും. ഓക്കെ, പോരാതെ ഇവിടെ ഇതും ഉണ്ട് കേട്ടാ, ഡൈനോസോർ പാർക്ക്. ഒരു എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടാ. അയ്യോ, ഇറ്റ്സ് വെരി നൈസ്. ആനിമാട്രോണിക്സ് ഒക്കെ വെച്ച് കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ്. അവർക്ക് ലൈഫിലൊരു ഏറ്റവും മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് കേട്ടാ. മണോ? അത് ഡൈനോസറിന്റെ അപ്പിയുടെ മണോ? അയ്യേ. ഞങ്ങളിത് ഈ പ്ലേ ഏരിയ അല്ല, അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനിയുണ്ട് കേട്ടോ താഴെ ട്രെയിൻ റൈഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ എന്താ ഇത് മൗണ്ടൻ ക്ലൈംബിംഗ് ഒക്കെ ഉണ്ട്. റോക്ക് ക്ലൈംബിംഗ്, മൗണ്ടൻ ക്ലൈംബിംഗ്, ഇതുപോലെ ഇൻസ്റ്റന്റ് ഫോള്, എന്താ സീറോ ഗ്രാവിറ്റി, പല റൈഡ്സും ഉണ്ട്. ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആണ്. പക്ഷേ ഞങ്ങൾക്ക് പൂളിലേക്ക് പോകാനുണ്ട്, അത് കോംപ്ലിമെൻ്ററി അല്ല. എന്തായാലും ദിസ് ഇസ് സോ ഗുഡ്. മൗണ്ടൻ ടോപ്പിൽ നല്ല വെതറിലൊരു അമ്യൂസ്മെന്റ് പാർക്ക്. കുറേ എൻജോയ് ചെയ്ത് ഞങ്ങൾ. ബമ്പർ കാറിൽ വേദു എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ. ഇതിലേക്ക് വാ വാ, ഇതെല്ലാം ഒരു ലാസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ. അത് ഉണക്കായിടാലോ, കുട ഇട്ടോ. കണ്ടുപിടിക്കാനാണ് പാട്. എന്തായാലും എല്ലാം ചെയ്യാൻ പറ്റി. ഇപ്പോഴാണ് ഭാഗ്യത്തിന് മഴയും വരാൻ തുടങ്ങിയത്. എനിക്ക് അങ്ങോട്ടാന്ന് തോന്നുന്നു കേട്ടാ, ആ സൈഡാ. ആലോചിക്കത്തൊന്നുമില്ല ഞങ്ങള്, പിന്നെ എല്ലാം ആലോചിക്കാം. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇവിടെ രാത്രി താമസിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഇത്, ഇവിടെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ബേക്ക് ചെയ്യുകയാണ്. ഫ്രഷ് ആയിട്ട് അവരിവിടെ കുക്ക് ചെയ്തിട്ട് ബേക്കിംഗ് ആണ്. ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്നു. ആൻഡ് രാത്രി നമ്മൾ താമസിക്കുന്നതിൻ്റെ ഗുണമാണ് ഞാൻ പറഞ്ഞ പോലെ, യു ഗെറ്റ് ദി എൻറ്റയർ പ്ലേസ് ടു യുവർ സെൽഫ്. നമുക്ക് രാത്രി ഇവിടെ ഒരു ടെമ്പിളിലൊക്കെ ഉണ്ട്, സെൻ ടെമ്പിൾ, അവിടെയൊക്കെ മുകളിലേക്ക് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇതുപോലെ നടക്കാം. രാത്രി 12 മണി വരെ ഒരു ബാർ കം പബ് ഉണ്ട്. സോ രാത്രി ഫോട്ടോസ് എടുക്കാനും എൻജോയ് ചെയ്യാനൊക്കെ നല്ല. അതുപോലെ തന്നെ ഏർലി മോർണിംഗിനും ഇവിടെ 6 മണിക്ക് ഈ ഹോട്ടൽ ഗസ്റ്റിന് വേണ്ടി മാത്രം ആ ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് കൊണ്ടുപോകും. സോ അതും വേറെ ആരും ഇല്ലാതെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ആ ടൈമിൽ സൺറൈസും കാണാം. സോ ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ മെയിൻ ഏരിയ. ആൻഡ് ഇറ്റ്സ് ബീൻ എ വണ്ടർഫുൾ മെമ്മറബിൾ സ്റ്റേ. എൻ്റെ സെക്കൻഡ് ടൈമാണ് ഇവിടെ. ആൻഡ് ഇറ്റ് ജസ്റ്റ് ഫീൽസ് ആസ് എന്താ ആ ഫസ്റ്റ് ടൈം താമസിച്ച എക്സൈറ്റ്മെൻ്റ് ആണ് ഞാൻ എപ്പോഴും. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്, ഹൗ ബ്യൂട്ടിഫുൾ ദിസ് പ്ലേസ് ലുക്സ്. ഓഫ്, അടിപൊളിയല്ലേ. സോ ഇത് കണ്ട് നിങ്ങൾക്ക് ബാന ഹിൽസിൽ വരണം എന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡ്യൂക്കാം. ഇതിൻ്റെ മുമ്പത്തെ വ്ളോഗും കൂടെ കാണുക. സോ അത് നിങ്ങൾക്ക് ഫുൾ ഐഡിയ കിട്ടും ഇവിടെ താമസിച്ചാൽ എങ്ങനെയായിരിക്കും, താമസിച്ചില്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സോ ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദിസ് വിയറ്റ്നാം സീരീസ്. ആൻഡ് നമ്മുടെ ട്രാവൽ തുവച്ച് വിയറ്റ്നാമിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഈ അടിയിൽ കാണുന്ന നമ്പറിലാണ്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു ട്രാവലിംഗ് വിത്ത് യു ഗൈസ് സൂൺ. സോ നമുക്ക് വേറൊരു അടിപൊളി വ്ളോഗിൽ കാണാം, വേറൊരു രാജ്യത്ത് വെച്ച് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഗുഡ് ബൈ. ഇഷ്ടമായ വിയറ്റ്നാം? ബാന ഹിൽസ് ഇഷ്ടമായ ഈ സ്ഥലം? ഇനിയും വരണോ? 10 സ്റ്റാർ കൊടുക്കുവോ? ഓ, ബൈ.